ഓം നമോ ഭഗവതേ വാസുദേവായ. ഗ്രന്ഥോഷ്ടാദശസാഹസ്രോ ദ്വാദശസ്കന്ധസംഹിതഃ പരീക്ഷിശുകസംവാദः ശൃണു ഭാഗവതം ച തത്. താവത് സംസാരചക്രേऽസ്മിन् ഭ്രമതെ ജ്ഞാനദഃ പുമാन् യാവത് കർണഗദാ നാസ്തി ശുകശാസ്ത്രകഥാക്ഷണം. കിം ശ്രുതൈർബഹുഭിः ശാസ്ത്രൈः പുരാണൈശ്ച ഭ്രമാവഹൈः ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. ഖണ്ഡിത ദ്വാദശസ്കന്ധങ്ങളിൽ 18,000 ഹൃദ്യപദ്യങ്ങൾ ചേർന്നതായി ശ്രീ പരീക്ഷിച്ചുക മാമുനി സംവാദ രൂപത്തിലാളുമീ സത്കഥ കേൾക്കുക. മാത്രയെന്നാലും ഈ സംഹിത കേൾക്കുവാൻ മർത്യനെന്നാണിടയാവതന്നോളവും മുക്തനാകുന്നില്ല വൻദൃഢം സംസാര ചക്രഭ്രമണത്തിൽ നിന്നെന്നറിയുക. ഇമ്മഹാസംഹിതയൊന്നിനാൽ താൻ ജനം നിർമുക്തരായിടുമെന്നിരുന്നിടവേ മാനസത്തെ വിവിധം ഭ്രമിപ്പിച്ചിടും നാനാപുരാണങ്ങൾ എന്തിനു കേൾക്കണം. കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. അശ്വമേധസഹസ്രാണി വാജപേയശതാനി ച ശുകശാസ്ത്രകഥായാശ്ച കലാം നാർഹന്തി ഷോഡശീം. ആരുടെ ഗേഹത്തിൽ നിത്യവും മാധവ ചാരുചരിത പ്രസംഗം നടന്നിടും. ശുദ്ധ തീർത്ഥസ്നാനമാണ് ഗൃഹമതിൽ പാർത്തിയിടുവോരെ നിഴലിടാ ദുഷ്കൃതം. 1000 അശ്വമേധങ്ങൾ ശതവാജപേയങ്ങളും ശ്രമപ്പെട്ടനുഷ്ഠിക്കിലും ഭാഗവതത്തിൻ 16 ഭാഗത്തിനുള്ള ഫലമില്ല നിശ്ചയം. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധനാഃ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ്ഭാഗവതം നരൈഃ. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗഹം ശുകശാസ്ത്രകഥായാശ്ച ഫലേന സമധാം നയേത്. ശ്ലോകാർദ്ധം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം പടസ്വ സുമുഖേനൈവ യദീച്ഛസി പരാം ഗതിം. ഇപ്രബന്ധം കേട്ടിടും വരെ മാത്രമേ നിൽപ്പതുള്ളൂ ദുരിതങ്ങൾ മനുഷ്യനിൽ. ഗംഗാഗയ പുഷ്കരം പ്രയാഗം പുകൽ പൊങ്ങുമക്കാശി ഇവയ്ക്കൊന്നിനും തന്നെ ചൊല്ലേറുമി മഹാഭാഗവതത്തോടു തുല്യമായുള്ള മാഹാത്മ്യമുണ്ടായി വരാ. ഇപ്പുരാണത്തിൽ പെടുമൊരു പദ്യമോ താൽപര്യമോട് പദ്യാർത്ഥമോ പാദമോ മോഷേച്ഛുവായവൻ തൻ മുഖത്താൽ അന്യകാംക്ഷ വെടിഞ്ഞൊരു വിട്ടു പഠിക്കണം. വേദാതിർവേദമാദാച പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷരമേവ ച. ദ്വാദശാത്മാ പ്രയാഗശ്ച കാലഃ സംവത്സരാത്മകഃ ബ്രാഹ്മണാശ്ചാഗ്നിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ. തുളസീ ച വസന്തശ്ച പുരുഷോത്തമ ഏവ ച ഏതേഷാം തത്വതഃ പ്രാജ്ഞൈർന പൃഥഗ്ഭാവയിഷ്യതേ. വേദാദിയായിടും ഓങ്കാരമാഗമാ മാതാവു ഗായത്രി 3 വേദങ്ങളും ഭാഗവതം ദ്വാദശാക്ഷരീ മന്ത്രം പ്രയാഗ പുരുഷസൂക്തം ദ്വാദശി തിഥി ദ്വാദശാത്മാവു സുരഭി വസന്തർത്തു ഭൂദേവരഗ്നിഹോത്രം പുരുഷോത്തമൻ സംവത്സരാത്മകം കാലം തുളസി എന്നീവകയൊപ്പമെന്നോതുന്നിതു ബുധർ. യശ്ച ഭാഗവതം ശാസ്ത്രം വാജയേദർത്ഥധോനിശം ജന്മകോടികൃതം പാപം നശ്യതേനാത്ര സംശയഃ. ആരിശുക കഥായർത്ഥ സമന്യുതം പാരായണം ചെയ്തിടുന്നുണ്ടു നിത്യവും. അപ്പുമാൻ കോടി ജന്മം ചെയ്ത പാപൗഖം അപ്പോഴേ തന്നെ നശിച്ചു പോം നിശ്ചയം.
ശ്ലോകാർദ്ധം ശ്ലോകപാദം വാ പഠേദ്ഭാഗവതം च यः നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയോः ഉക്തം ഭാഗവതം നിത്യം കൃതം ച ഹരിചിന്തനം തുളസീപോഷണം ചൈവ ധേനൂനാം സേവനം സമം അന്തഃകാലേ തു യേനൈവ ശ്രൂയതേ ശുകശാസ്ത്രവാഗ് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോ വിപ്രയച്ഛതി. ഇപ്രബന്ധ ശ്ലോകമൊന്നോ പകുതിയോ കാൽഭാഗമോ പഠിച്ചിടുന്ന പുണ്യവാൻ നിത്യവും അശ്വമേധം രാജസൂയവും കൃത്യമായി ചെയ്താലഴും ഫലമാർന്നിടും. ശ്രീശുക നിർമ്മിത സത്കഥാകീർത്തനം കേശവരൂപത്തിലേകാഗ്രചിന്തനം തണ്ണീർ തളിച്ചു തുളസി വളർത്തൽ ഗോവൃന്ദത്തെ അമ്പു തൃണാദിയാൽ പോറ്റുക എന്നിവയെല്ലാം സമാന ഫലങ്ങളിങ്ങന്യൂനമേകുന്ന കർമ്മങ്ങൾ തന്നെയാം. അന്ത്യകാലത്തിലാരി സംഹിത അന്യചിന്തയൊഴിഞ്ഞു കേൾക്കുന്ന സുഹൃതിയെ ശ്രീകൃഷ്ണമൂർത്തി അതിപ്രേമയുക്തനായി വൈകുണ്ഠലോകമണച്ചിടുമക്ഷണം. ഹേമസിംഹയുധം ചൈദദ് വൈഷ്ണവായ ദദാതി ച കൃഷ്ണേന സഹ സായുജ്യം സപ്പുമാൻ ലഭതേ ധ്രുവം ആജന്മമാത്രമപി യേന ഷഡേന കിഞ്ചിത് ചിത്തം വിദായ ശുകശാസ്ത്രകഥാനപീതാ ചണ്ഡാലവച്ചകരവദ്വദതേന നീതം മിഥ്യാ സ്വജന്മ ജനനീ ജനിദുഃഖഭാജ. സ്വർണസിംഹാസനം തീർത്തതിൽ വെച്ച് അതിധന്യമാം ഭാഗവത ഗ്രന്ഥതല്ലജം ദാനം ഹരിഭക്തനേകും മനുഷ്യനു നൂനം മുകുന്ദ സായുജ്യം ലഭിച്ചിടും. മാത്ര പോലും ജീവിതത്തിൽ ഹരികഥാ സത്താസ്വദിക്കാത്ത ദുഷ്കൃതൻ തഞ്ജനി ഗദ്ദർഭ ചണ്ഡാള ജന്മ സമം വെറും വ്യർത്ഥമാണായവനെ പെറ്റുപോറ്റുവാൻ അത്തലനേകം സഹിച്ച മാതാവിൻ്റെ കൃത്യമെല്ലാം അവൻ പാഴിലാക്കുന്നിതു. ജീവച്ഛവോ നിഗദിതസ്സതു പാപകർമ്മ ഏന ശ്രുതം ശുകകഥാവചനം ച കിഞ്ചിത് ദിക്തം നരം പശുസമം ഭുവി ഭാരരൂപം ഏവം വദന്തി ദിവി ദേവസമാജമുഖ്യാഃ ദുർലഭൈവ കഥാ ലോകേ ശ്രീമദ്ഭാഗവതോദ്ഭവ കോടിജന്മസമുത്തേന പുണ്യേനൈവ തു ലഭ്യതേ തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസാ പ്രയത്നതഃ ദീനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. അല്പം ഭഗവച്ചരിതം ശ്രവിക്കാത്ത ദുഷ്പുരുഷൻ വെറും ജീവച്ഛവം മുനേ നിത്യനായി പശുപ്രായനാമപ്പാപി മണ്ണിനൊരു ഭാരമായും ഭവിച്ചിടും എന്നിങ്ങനെ ദേവസംഘപ്രധാനികൾ വിണ്ണിൽ പ്രസംഗിച്ചിടുന്നു സഭകളിൽ. സത്കഥാശ്രദ്ധ കുറഞ്ഞു പോയൂഴിയിൽ ഇക്കാലമാത്മജ്ഞമാമുനി ശ്രേഷ്ഠകൾ എണ്ണമറ്റുള്ള ജന്മങ്ങളാൽ നേടിയ പുണ്യഫലത്തിനാലേ അതു കൈവരൂ. ആകയാൽ പാരം പണിപ്പെട്ടുമിക്കഥ യോഗനിധേ ശ്രവിക്കേണ്ടതു തന്നെയാം. ഇല്ലാ ദിവസ നിയമമിതിന്നേതുമെല്ലായ്പ്പോഴും കേട്ടിടേണ്ടതെന്നാം ബുധർ. സത്യേന ബ്രഹ്മചര്യേണ സർവദാ ശ്രവണം മതം അശക്യത്വാത് കലൗ ബോധ്യോ വിശേഷോത്ര ശുകാജ്ഞയാ മനോവൃത്തിജയം ചൈവ നിയമാചരണം തഥാ ദീക്ഷാം കർത്തുമശക്യത്വാത് സപ്താഹശ്രവണം മതം. സത്യസംഭാഷണ ബ്രഹ്മചര്യവ്രതയുക്തനായി താനീ ഭഗവത് കഥ സദാ കേൾക്കണമെന്നാണ് അഭിജ്ഞഗീരെങ്കിലും ദുഷ്കൃതം തന്നെ യതിക്കലിയിൽ ദൃഢം എന്നു കരുതി ശുകൻ വിശേഷാൽ വിധി ഒന്നു കൽപ്പിച്ചതറിഞ്ഞിരിക്കേണ്ടതാം. ചിത്തചാഞ്ചല്യമൊഴിക്കുക വൈഷ്ണവക്കൊത്തതാം സദ്വ്രത ദീക്ഷയെടുക്കുക ഷഷ്ടമധ്യായത്തിലോതും നിയമത്തിൽ നിഷ്ഠവയ്ക്കെന്നിവ ദുഷ്കരമാവുകിൽ
സപ്തദിനാവധി സത്കഥ കേൾക്കുവാൻ കൽപ്പിച്ചു സാധാരണക്കാർക്കായി മഹാമുനി. ശ്രദ്ധാദശ്രവണേ നിത്യം മാഘേ താവദ്ധിയത്ഫലം തത്ഫലം ശുകദേവേന സപ്താഹശ്രവണേ കൃതം. മനസ്സശ്ചാജയാദ്രോഗാദ് പുംസാം ചൈവായുഷക്ഷയാദ് കലദോഷബഹുത്വാച സപ്താഹശ്രവണം മതം. യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിനാ അനായാസേന തത്സർവം സപ്താഹശ്രവണേ ലഭേത്. മാഘമാസത്തിലും ശ്രാവണം തന്നിലും ഈ കഥ നല്ല പോൽ ശ്രദ്ധിച്ചു കേൾക്കുകിൽ തങ്ങും ഫലം സപ്തപാരായണം കൊണ്ടു സംഗതമെന്നും ആചാര്യൻ കഥിച്ചിതു. നാനാമയ പീഠകൾ കൊണ്ടു നരർക്കഹോ മാനസം വെല്ലാൻ കഴിയായിക മൂലവും ആയുക്ഷയം കലീദോഷമിവയാലും ആയാസമായി വരും നിത്യപരായണം. അക്കാരണത്താൽ അരുളി അഖിലർക്കും ഒക്കുമീ സപ്താഹ പാരായണ വിധി. യോഗം സമാധി തപസ്സന്നിതുകളാൽ വേഗം ലഭിക്കാതിരിക്കും ഫലമേതോ അപ്പരമം ഫലം തന്നെ ലഭിക്കുന്നു നിഷ്പ്രയാസം സപ്തപാരായണത്തിനാൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.